പരസ്പരം പരാമർശങ്ങൾ നടത്തുകയാണ് രാഹുൽ ഗാന്ധിയും മോദിയും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ബോറിംഗ് പരാമർശത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ചേരികൾ സന്ദർശിച്ച് ഫോട്ടോ സെക്ഷനുകൾ നടത്തി രസിക്കുന്നവർക്ക് പാർലമെന്റിൽ ദരിദ്രരെക്കുറിച്ചുള്ള പരാമർശം വിരസമായി തോന്നുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി മോദി 5 പതിറ്റാണ്ടുകളായി തെറ്റായ ഗരീബി ഹഠാവോ മുദ്രാവാക്യങ്ങൾ നൽകിയതിന് കോൺഗ്രസിനെയും കണക്കറ്റി പരിഹസിച്ചു. സ്വന്തം വിനോദത്തിനായി ദരിദ്രരുടെ കുടിലുകളിൽ ഫോട്ടോ സെക്ഷനുകൾ നടത്തുന്നവർക്ക് പാർലമെന്റിൽ ദരിദ്രരെക്കുറിച്ചുള്ള പരാമർശം വിരസമായി തോന്നുമെന്നാണ് മോദി തുറന്നടിച്ചത്. വടക്കുകിഴക്കൻ ഡൽഹിയിലെ സീലംപൂരിൽ തന്റെ ആദ്യ റാലി നടത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പ്രചരണത്തിന് തുടക്കമിട്ടിരുന്നത്. ചേരി പ്രദേശമായ സീലാപൂരിലാണ് രാഹുൽ ഗാന്ധി ആദ്യ റാലി നടത്തിയിരുന്നത്. കഴിഞ്ഞയാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പാർലമെന്റ് ബജറ്റ് സമ്മേളന പ്രസംഗം ബോറടിപ്പിക്കുന്നതാണ് എന്ന് വിശേഷിപ്പിച്ച രാഹുലിന്റെ പരാമർശം വൻ വിവാദമായിരുന്നു. അതേസമയം പാവം അവസാനത്തോടെ ക്ഷീണിതയാകുന്നു എന്ന് സോണിയാഗാന്ധിയും പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ BJP സർക്കാർ 25 കോടി ആളുകളെ ദരിദ്രത്തിൽ നിന്ന് മോചിപ്പിച്ചതായും ദരിദ്രർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചതായും പ്രധാനമന്ത്രി മോദി ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞു. 5 പതിറ്റാണ്ടുകളായി ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ജനങ്ങൾ അവരെ സേവിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകി. 25 കോടി നാട്ടുകാർ ദാരിദ്ര്യത്തെ പരാജയപ്പെടുത്തി അതിൽ നിന്ന് പുറത്തു വന്നു. ആസൂത്രിതമായ രീതിയിൽ ദരിദ്രർക്കു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം ഇന്ന് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. പരസ്പരം പരാമർശിക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പും കൂടിയാണ് ഇരു പാർട്ടികളുടെയും പ്രധാന ലക്ഷ്യം. 1.56 കോടി വോട്ടർമാരാണ് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുക. ഡൽഹിയിലാകെ 13,766 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി ഒരുക്കിയത്. 699 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. 220 കമ്പനി അർദ്ധസൈനിക സേനയെയും 35,626 ഡൽഹി പോലീസ് ഓഫീസർമാരെയും 19,000 ഹോം ഗാർഡുകളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിന്യസിച്ചിട്ടുണ്ട്. 3000-ഓളം ബൂത്തുകളെയാണ് പ്രശ്നബാധിത പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ കൽക്കാച്ചി മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുഖ്യമന്ത്രി അതിഷി മർലേനയുടെ ജീവനക്കാരനെ 5 ലക്ഷം രൂപയുമായി മണ്ഡലത്തിൽ നിന്ന് പിടികൂടിയത് തിരഞ്ഞെടുപ്പ് ദിവസം വൻ ചർച്ചയാകുന്നുമുണ്ട്.